അധികൃതരുടെ ഭാഗത്തുനിന്ന് സഹകരണമില്ലെന്നാരോപിച്ചാണ് കേരളത്തിൽ തുടങ്ങാനിരുന്ന വ്യവസായ സംരംഭം വിദേശത്തേക്ക് മാറ്റുന്നതായി കിറ്റക്സ് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചത്. ഇത് സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായതിനിടെയാണ് നാട്ടുകാരിൽ ഒരു വിഭാഗം ആരോപണവുമായി രംഗത്തെത്തിയത്. കമ്പനിയിൽ നിന്നുള്ള രാസമാലിന്യവും കക്കൂസ് മാലിന്യവും തോട്ടിലേക്കും പെരിയാർവാലി ബ്രാഞ്ച് കനാലിലേക്കും ഒഴുക്കുകയാണെന്നും ഇത് പ്രദേശവാസികൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നുമാണ് ആരോപണം. കമ്പനിയിൽ നിന്ന് ഒഴുക്കിവിടുന്ന വെള്ളമെത്തുന്ന പാടശേഖരത്തിൽ കൃഷിപ്പണിക്കിറങ്ങിയവർക്ക് ത്വക്ക് രോഗം പിടിപെട്ടു. ഫാക്ടറിയുടെ ഫർണസിൽ നിന്നുള്ള കരി സമീപത്തെ വീടുകൾക്ക് മേലും പുരയിടങ്ങളിലും പതിക്കുന്നത് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. കരിയായിട്ട് തുണിയൊന്നും വലിച്ചിടാൻ പാടില്ല. പിന്നെ വെള്ളം കുടിക്കാൻ കരിയായിട്ട് വെള്ളവും കുടിക്കാൻ പാടില്ല. ഇത് പാടമെന്ന് വെച്ചാൽ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ്. ഈ 1 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം വന്നതിന് ഞാൻ ആ കൃഷി നിർത്തി കഴിഞ്ഞതുകൊണ്ട് മറ്റേ വാഴ നടല്ലോ തുടങ്ങി. വാഴ നട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരേ ചൊറിച്ചിൽ വന്ന് മാന്തി കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ കുരുക്കളായി. അത് ഹോസ്പിറ്റലിൽ ചെന്ന്. ഇതിൽ വേറൊരു വലിയൊരു തട്ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോട്ടിൽ കൂടി വരുന്ന നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം ഈ കാണുന്ന കുളത്തിലേക്ക് തട്ടിക്കയറ്റി അവർ വിടുന്നു. അവിടുന്ന് മോട്ടർ അടിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലം ശരിയായ രീതിയിൽ സംസ്കരിക്കപ്പെടുന്നില്ലെന്ന് കഴിഞ്ഞ വർഷം DMO റിപ്പോർട്ട് ചെയ്തതും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കമ്പനിക്കെതിരായ ആരോപണത്തിനു പിന്നിൽ സ്ഥാപിത താൽപര്യമാണെന്ന് MD സാബു M ജേക്കബ് പറഞ്ഞു. മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളാണ് കമ്പനി പാലിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. നമ്മൾ ഇവിടെ വരുന്ന വെള്ളം മുഴുവനായിട്ടും ട്രീറ്റ് ചെയ്താണ് വിടുന്നത്. നമ്മൾ ഇന്ത്യൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആ ഒരു നോംസിനേക്കാൾ കൂടുതൽ നമ്മൾ ഇൻ്റർനാഷണൽ നോംസാണ് നമ്മൾ പാലിച്ചു വരുന്നത്. ഈ പ്രോസസ്സിംഗ് പ്ലാന്റിൻ്റെ പുറകിലായിട്ട് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അഗ്രികൾച്ചർ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ക്രോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ക്രോപ്പ് ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബനാന പ്ലാന്റ് ചെയ്യുന്നുണ്ട്. കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ വർഗീയ സ്വഭാവമുള്ള സംഘടനകൾ ഉപയോഗിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും അധികൃതർ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇന്ത്യ വിഷൻ, കൊച്ചി.